ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടി. ഞങ്ങൾക്ക് ഇവിടെ വന്ന കസ്റ്റമേഴ്സ് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം വെച്ചാൽ അവരൊക്കെ 2 പേര് ഒരു 6 പാക്ക് അടിച്ചു. കാരണം അവർ പറഞ്ഞ് ഞങ്ങൾ ഷോപ്പിൽ പോയി ക്യൂ നിന്നൊരു ഫുൾ ബോട്ടിലടിച്ച് പിടിച്ച പ്രശ്നം ഉണ്ടാക്കി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അത് എല്ലാവർക്കും സന്തോഷമാണ്. മെജോറിറ്റി കൂടുതൽ സന്തോഷമുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. നാളെ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. 30 വരെ നീട്ടിക്കിട്ടിയതിൽ ആഹ്ലാദകരമാണ്. സർക്കാരിൻ്റെ ഈ നയം തീർച്ചയായും തെറ്റിപ്പോയെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഞങ്ങളുടെയൊക്കെ പണി പോയി, അല്ലാതെ വേറൊന്നും ഇതിൻ്റെ സംഭവിക്കുന്നില്ല. ബാർ ജീവനക്കാർ വഴിയാത്തരായി, അല്ലാതെ മദ്യനിരോധനം അതൊന്നും നടക്കാൻ പോകാത്ത കാര്യമാണ്. ഈ ബാർ ഹോട്ടൽ 3 സ്റ്റാർ ഹോട്ടൽ മുകളിലേക്ക് വരുന്നവർ പണമുള്ളവരോട് അവിടെ പോകത്തുള്ളൂ. അവനവൻ്റെ ഹെൽത്ത് നോക്കാൻ അറിയാം. അത് നിർത്തേണ്ട കാര്യമില്ല. നിർത്തേണ്ടത് ഈ ബീവറേജ് ഔട്ട്ലെറ്റ്സുകളാണ്. എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ എൻ്റെ സഹോദരനോ ഇതിപ്പോൾ ഈ ബാറ് നിരോധിച്ചത് കൊണ്ട് അവരുടെ ഇത് കുടിയൊന്നും നിൽക്കാൻ പോകുന്നില്ല. കാരണം അവർക്ക് ബിവറേജിൽ പോയി വാങ്ങിച്ച് അവർക്ക് കുടിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് മദ്യനിരോധനമല്ലല്ലോ, ബാർ നിരോധനമെന്നേ പറയാൻ പറ്റുള്ളൂ. മദ്യം വേണ്ടാത്ത തന്നെയാണ്, ഒരിക്കലും സമൂഹത്തിന് ഗുണമല്ല. പക്ഷേ സമൂഹം ഇങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ എന്തിനും മദ്യമാണ്. ചിലപ്പോൾ ഇത് ആലോചിക്കപ്പെടുന്ന യോഗത്തിലും പലപ്പോൾ മദ്യമായിരിക്കും അവർ ആഘോഷിക്കുന്നത്. ഇതായിരിക്കും ഇന്നത്തെ സ്ഥിതി. നിർത്തുവാണെങ്കിൽ മൊത്തം നിർത്തണം. അതാണ് ബാറുകൾ പൂട്ടുന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ. എല്ലാം നിർത്തണം. ഷാപ്പുകൾ പൂട്ടണം. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴല്ല, എത്രയോ നേരത്തെ ചെയ്യേണ്ട സംഭവമായിരുന്നു. എത്രയോ കുടുംബങ്ങളാണ് അത് നശിച്ചു പോണത്. ബിവറേജസ് കൂടി നിർത്തണം.